ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിജയ് ശങ്കറിനോട് ഒന്നും അറിയാത്ത രീതിയിൽ ചന്ദ്ര അങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾ പിന്നീട് അർച്ചനയുടെ ഓഫീസിലേക്ക് പോയിരുന്നോ? ഇപ്പോൾ ഓഫീസിലേക്ക് വരാറില്ലേ എന്ന് ചോദിക്കുകയാണ്. വിജയ് ശങ്കർ അപ്പോൾ പറയുന്നുണ്ട്, അവളുടെ കാര്യം ഞാൻ എന്തിനാണ് അന്വേഷിക്കാൻ പോകുന്നത്? അവൾ വരിക പോവേ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഞാൻ കോടതിയിലേക്ക് പോകുമ്പോൾ അവളെ കാണാറൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ അവളുടെ മുഖത്ത് പോലും നോക്കാറില്ല. എന്നെ കാണുന്നത് പോലും ഭയമാണ്. അങ്ങനെ വിജയ് ശങ്കർ പറയുമ്പോൾ ചന്ദ്ര അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അർച്ചനയെ കാണുമ്പോഴുള്ള നിങ്ങളുടെ ഭാവം ഞാൻ കണ്ടതല്ലേ എന്നങ്ങനെ ചിന്തിക്കുകയാണ്. വിജയ് ശങ്കർ അപ്പോൾ ചോദിക്കുന്നുണ്ട്, ചന്ദ്രൻ നീ എന്താണ് ആലോചിക്കുന്നതെന്ന്. ചന്ദ്ര അപ്പോൾ പറയുന്നുണ്ട്, ഈ ഒന്നുമില്ല വിജയേട്ടാ, നിങ്ങൾക്ക് അർച്ചനയോടുള്ള കലി എത്രയെന്ന് ഞാൻ അങ്ങനെ മനസ്സിലാക്കുകയായിരുന്നു എന്ന് ചന്ദ്ര പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, അർച്ചനയോടുള്ള കലി അതെന്റെ മരണം വരെ മാറില്ല ചന്ദ്രേ, തകർക്കുന്നത് വരെ എനിക്ക് വിശ്രമമില്ല എന്ന് വിജയ് ശങ്കർ അങ്ങനെ പറയുമ്പോൾ ലാലി വിജയ് ശങ്കറിനെ നോക്കിക്കൊണ്ട് മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇയാൾ ചന്ദ്രയെ എത്ര നാടകീയമായിട്ടാണ് കളിപ്പിക്കുന്നത്, ഇയാൾ ആള് കൊള്ളാലോ എന്നങ്ങനെ ചിന്തിക്കുകയാണ്. അതിനുശേഷം ജയശങ്കർ ചോദിക്കുന്നുണ്ട്, ചന്ദ്രയെ നീ എന്തിനാണ് ലാലിയെ വിളിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്, എന്തെങ്കിലും കേസുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ലാലി പറയുന്നുണ്ട്, എനിക്ക് കേസൊന്നുമില്ല വിജയേട്ടാ, ഞാൻ ചന്ദ്രയുടെ കൂടെ വന്നതാണെന്ന് പറയാണ്. ചന്ദ്ര അപ്പോൾ വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്, ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുത്തിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇങ്ങോട്ടേക്ക് വരേണ്ടി വരുന്നില്ല വിജയേട്ടാ, മുകുന്ദന്റെ കേസിന്റെ കാര്യം എന്തായെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്, അവനെ അറസ്റ്റ് ചെയ്യൂ എന്ന് ചന്ദ്ര അങ്ങനെ ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, എന്റെ അറസ്റ്റ് എപ്പോൾ വേണമെങ്കിലും നടക്കാം, ഇതിന് പോലീസിന്റെ ഉത്സാഹം മാത്രം മതി. ജാമ്യമില്ലാതായതോടെ മുകുന്ദന്റെ അറസ്റ്റിന് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. മുകുന്ദനെ അറസ്റ്റ് ചെയ്യുന്നത് അച്ചു വൈകിപ്പിച്ചാൽ ACP നേരിട്ട് പോയി മുകുന്ദനെ അറസ്റ്റ് ചെയ്യും. ഇതിന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ മുകുന്ദനെ അറസ്റ്റ് ചെയ്യുമെന്ന് വിജയ് ശങ്കർ അങ്ങനെ ആത്മവിശ്വാസത്തോടെ പറയാണ്. ചന്ദ്രയ്ക്ക് ഇത് കേട്ട് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. ഇന്ന് തന്നെ മുകുന്ദനെ അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് എനിക്കാണ് പ്രശ്നമാവുന്നതെന്ന് ചന്ദ്ര അങ്ങനെ പറയാണ്. പിന്നീട് ചന്ദ്രയും ലാലിയും കൂടി വിജയ് ശങ്കറിനോട് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുന്നുണ്ട്. പുറത്തെത്തിയ ലാലി ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, എന്റെ വിജയേട്ടൻ എന്തൊരു കള്ളനാണ്, എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അയാൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ശരിക്കും നിന്റെ വിജയേട്ടൻ നിന്ന് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടെന്ന് ലാലി അങ്ങനെ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, വിജയേട്ടന്റെ ഈ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ് എല്ലാം അറിയുന്ന ഒരാൾ എന്റെ കൂടെ വേണമെന്ന് ഞാൻ കരുതിയത്, അതുകൊണ്ടാണ് നിന്നെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അച്ഛനോടുള്ള വിജയേട്ടന്റെ ഇപ്പോഴത്തെ സമീപനമാണ് പ്രശ്നം, ഇതെല്ലാം അത് അഭിനയമാണെന്നായിരുന്നു എന്നെ മോളെയും വിജയേട്ടൻ വിശ്വസിപ്പിച്ചിരുന്നത്. ഇതെല്ലാം കേട്ട് എനിക്കിപ്പോ ആകെ ഭ്രാന്താവുന്നുണ്ട്. വിജയേട്ടൻ അർച്ചനയുമായി അടുക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. വിജയേട്ടൻ കാരണം അർച്ചനയുടെ മുന്നിൽ ഞാൻ കുറെ നാണം കിട്ടിയിട്ടുണ്ട്. ബാട്ട് വീട്ടിൽ നിന്നും അവളിൽ നിന്ന് എനിക്ക് അടി കിട്ടിയിട്ടുണ്ട്. എന്റെ മോളെയും അവളുടെ മകൾ ചിന്നു തല്ലിയിട്ടുണ്ട്. നീയും ഈ നാടകം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവളെ വഴിയാധാരം ആക്കാൻ ശ്രമിച്ചാൽ വിജയേട്ടൻ പെരുവഴിയിലാവും. വിജയേട്ടന്റെ വക്കീൽ പണി ഞാൻ അങ്ങ് നിർത്തും. കള്ളക്കളിയൊന്നും ഇനി എന്റെ അടുത്ത് നടക്കില്ല. ഇത് ഏതുവരെ പോകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, വെച്ച് എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ചന്ദ്ര ലാലിയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കാറിൽ കയറിയതിനു ശേഷം ചന്ദ്ര അങ്ങനെ ലാലിയോട് പറയുന്നുണ്ട്, മുകുന്ദന്റെ അറസ്റ്റാണ് ഇപ്പൊ എന്നെ അലട്ടുന്ന പ്രശ്നം, അവനെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ ഞാൻ സേഫ് ആവൂ, അല്ലെങ്കിൽ അത് എന്നെ പിന്തുടരും എന്നങ്ങനെ ചന്ദ്ര പറയുമ്പോൾ ലാലി പറയുന്നുണ്ട്, മുകുന്ദന്റെ അറസ്റ്റിൽ നിന്നും നിന്റെ ഭർത്താവ് സ്കിപ്പായാൽ അതിശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചിലപ്പോൾ അങ്ങനെയും സംഭവിച്ചേക്കും, അർച്ചനയ്ക്ക് വേണ്ടി നിന്റെ വിജയേട്ടൻ അതും ചെയ്യുമെന്ന് അങ്ങനെ ലാലി ചന്ദ്രയോട് പറയാണ്. പിന്നീട് അച്ചുവിനെ ഫോണിൽ വിളിച്ച് കിട്ടാത്തതിനെ തുടർന്ന് അർച്ചന നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് അച്ചുവിനെ കാണാനായി വരുന്നുണ്ട്. പിന്നീട് അവിടെയുള്ള ഒരു വനിതാ പോലീസിനോട് അർച്ചന അങ്ങനെ സംസാരിക്കുന്നുണ്ട്. അച്ചു ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ വനിതാ പോലീസ് പറയുന്നുണ്ട്, സാർ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുകയാണ് എന്നങ്ങനെ പറയുന്നുണ്ട്. അർച്ചന അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പുതിയ സാറ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അങ്ങോട്ട് വേറൊരു വനിതാ പോലീസ് കൂടി വരികയാണ്. അങ്ങനെ ആ രണ്ട് വനിതാ പോലീസുകാരും അച്ചുവിനെ കുറിച്ച് നല്ലത് മാത്രം പറയാണ്. വാതോരാതെ അവര് അച്ചുവിനെ കുറിച്ച് ഓരോന്ന് പറയുന്നത് കേട്ട് അർച്ചനയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. അർച്ചന എന്നിട്ട് മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അച്ചു ഇങ്ങനൊരു പോലീസുകാരനാവാനാണ് ഞാൻ ആഗ്രഹിച്ചത്, അതേതായാലും നടന്നു എന്ന് മനസ്സിലങ്ങനെ അർച്ചന ചിന്തിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അച്ചു വരുന്നുണ്ട്. ഒരു പ്രതിയെ പിടിച്ചുകൊണ്ടാണ് അച്ചു അങ്ങോട്ടേക്ക് വരുന്നത്. ആ പ്രതിയോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാനായി പറയുന്നുണ്ട്. പ്രതി വണ്ടിയിൽ നിന്ന് ഇറങ്ങി അച്ചു അയാളെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പ്രതി പറയുന്നുണ്ട്, എന്റെ കയ്യിൽ നിന്ന് വിട് സാറേ എന്ന്. അച്ചുവിന് അപ്പോൾ ദേഷ്യം വന്ന് അച്ചു ആ പ്രതിയെ പിടിച്ചടിക്കുകയാണ്. വിലങ്ങും ഇട്ട് അയാളെ അടിക്കുന്നത് കണ്ട് അർച്ചനയ്ക്ക് അത് കണ്ട് ആകെ ഷോക്കാവുകയാണ്. അച്ചു ആണെങ്കിൽ അയാളെ തല്ലിച്ചതച്ചുകൊണ്ട് അയാളെ പിടിച്ചു വലിച്ച് സ്റ്റേഷനകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അർച്ചനയാണെങ്കിൽ ഇതെല്ലാം കണ്ട് മനസ്സിലങ്ങനെ ചിന്തിക്കുകയാണ്, ഇവനെന്താണ് ഇങ്ങനെ,
ഇങ്ങനെയാണോ ഒരു പ്രതിയോട് പെരുമാറേണ്ടതെന്ന് അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷം അച്ചു പോലീസ് സ്റ്റേഷനകത്ത് കൊണ്ടുപോയും ആ പ്രതിയെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും കണ്ടുകൊണ്ട് വീണ്ടും അങ്ങോട്ടേക്ക് അർച്ചന വരികയാണ്. അച്ഛൻ എന്നിട്ട് അച്ചുവിനോട് പറയുന്നുണ്ട്, അച്ചു അവനെ വിടടാ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ അടിക്കും. യൂണിഫോമിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തല്ലിയതിന് സ്വന്തം ചേച്ചിയെ നിനക്ക് കൈവിലങ്ങ് വെക്കേണ്ടി വരും, ഇല്ലെങ്കിൽ നീ അയാളെ വിട്. പാവം ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ട് വന്ന് മൃഗീയമായി തല്ലാൻ നിനക്ക് ആരാണ് അധികാരം തന്നത്? അയാള് എന്ത് തെറ്റ് ചെയ്താലും അയാൾക്കെതിരെ കൈവെക്കാൻ നിനക്ക് അധികാരമില്ല. കുറ്റം ചെയ്തെങ്കിൽ ഇയാളെ ശിക്ഷിക്കാൻ നിയമവ്യവസ്ഥയുണ്ട്. പച്ച മനുഷ്യനെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ? നീ ഇങ്ങനൊരു പോലീസ് ഉദ്യോഗസ്ഥനാവരുത് എന്നങ്ങനെ അർച്ചന പറയുമ്പോൾ അച്ഛനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. അച്ചു എന്നിട്ട് മറ്റു പോലീസുകാരോട് പറയുന്നുണ്ട്, ഇയാളെ എടുത്ത് ലോക്കപ്പിലിട് എന്ന് പറഞ്ഞ് അച്ചു പുറത്തേക്ക് പോവാണ്. അർച്ചന ഇപ്പൊ ആ പ്രതിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്നങ്ങനെ ചോദിക്കുകയാണ്. ആ പ്രതി ഇപ്പൊ പറയുന്നുണ്ട്, ഞാൻ തെറ്റൊന്നും ചെയ്തില്ല മേഡം, ഞാൻ എന്റെ ഭാര്യയ്ക്ക് ഒരു അടി കൊടുത്തു. അപ്പൊ തന്നെ നാട്ടുകാരെല്ലാരും പോലീസിനെ വിളിച്ചു വരുത്തി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, എന്നെ തല്ലി ചതച്ചു മേഡം എന്നൊക്കെ ആ പ്രതി അങ്ങനെ പറയുകയാണ്. പിന്നീട് ആ പ്രതിയെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അർച്ചനയാണെങ്കിൽ അപ്പൊ തന്നെ പുറത്തേക്ക് അച്ചുവിന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അർച്ചനയോട് പറയുന്നുണ്ട്, ചേച്ചി വായോ അകത്തേക്ക് ഇരിക്കാമെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, വേണ്ട, ഒരാൾ അയാളുടെ ഭാര്യയെ തല്ലുന്നത് തെറ്റ് തന്നെയാണ്, ഇതിന് നടപടിയെടുക്കുകയും വേണം. പക്ഷേ അതിന് ഇത്രയും ക്രൂരമായി അയാളെ മർദ്ദിക്കണോ? ഇപ്പോൾ ആ പ്രതിയോട് സംസാരിച്ചു, ഇൻസ്പെക്ടറിന്റെ തല്ലുകൊള്ളേണ്ട കുറ്റമൊന്നും അയാൾ ചെയ്തിട്ടില്ല അങ്ങനെ അർച്ചന പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ഇൻസ്പെക്ടറിന്റെ തല്ലുകൊള്ളേണ്ട കുറ്റമൊന്നും അയാൾ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ അച്ചുവിനെ ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാണ് അയാൾ ചെയ്തത്. അയാളുടെ ഭാര്യയെ തല്ലേണ്ടി വന്ന സാഹചര്യം അയാൾ ചേച്ചിയോട് ഇപ്പോഴും തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ. ചേച്ചി അത് അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നെ ഇപ്പൊ കുറ്റപ്പെടുത്തില്ലായിരുന്നു. അവളുടെ ഭാര്യ ഒരു പൂർണ്ണ ഗർഭിണിയാണ്. അവരുടെ കൂടെ പ്രായമായ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ രോഗികളുമാണ്. ഗർഭിണിയായ ഭാര്യയെ ക്രൂരമായാണ് അയാൾ മർദ്ദിച്ചത്. അവരുടെ മാതാപിതാക്കളുടെ കൂടെ രാത്രിയിൽ അവരെ ഇറക്കി വിടുകയായിരുന്നു. വയറ്റിൽ ആ സ്ത്രീയെ തൊഴിച്ചു. മുറ്റത്തിട്ട് ആ സ്ത്രീയെ വലിച്ചിഴക്കുകയാണ് ഇയാൾ ചെയ്തത്. അയാളുടെ ഭാര്യ ഇപ്പോഴും അബോധാവസ്ഥയിൽ ഹോസ്പിറ്റലിലാണ്. സംഭവം കേട്ടപ്പോൾ ശരിക്കും ഞാൻ എൻ്റെ ചേച്ചിയാണ് ഓർത്തുപോയത്. മഴയുള്ള ആ രാത്രിയിൽ പൂർണ്ണ ഗർഭിണിയായ എൻ്റെ ചേച്ചിയെയും ഏട്ടന്മാരെയും ഇറക്കി വിട്ടു ആ വിജയ് ശങ്കർ. അതാണ് എനിക്ക് ഓർമ്മ വന്നത്. അന്ന് പക്ഷേ എൻ്റെ ചേച്ചിക്ക് നിയമത്തിന്റെ കൂടെ നിൽക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നെല്ലാം അച്ചു അങ്ങനെ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് അർച്ചന അങ്ങനെ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. അർച്ചന വീണ്ടും അച്ചുവിനോട് പറയുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിലും അയാളെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കരുത്, അതിനുള്ള അധികാരം നിനക്കില്ല, നിയമത്തിലൂടെ മാത്രമേ അയാളെ ശിക്ഷിക്കാൻ പാടൂ എന്നൊക്കെ അച്ഛൻ അങ്ങനെ പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, അല്ല ചേച്ചി, പ്രതികളായിട്ട് ആരെന്റെ മുന്നിൽ വന്നാലും എനിക്ക് അവരോട് ക്ഷമിക്കാൻ കഴിയില്ല. ഈ ചതക്കേണ്ടവരാണെങ്കിൽ ഞാൻ അത് അവരോട് ചെയ്യും. തിരുത്താൻ ആരും ശ്രമിക്കരുതെന്ന് അച്ചു അങ്ങനെ പറയുമ്പോൾ സങ്കടത്തോടെ അർച്ചന പറയുന്നുണ്ട്, എങ്ങനെ നീ ഇങ്ങനെ ഒരാളായിന്ന് എനിക്കറിയുന്നില്ല. അതുപോലെ പെരുമാറിയ ഒരു ഓഫീസർ നിനക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നു. ദിലീപിനെ നീ ഓർക്കുന്നുണ്ടോ? അയാളെ പോലെ ഒരാളാവരുത് നീ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒറ്റ കാര്യം മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ, ഈ ജോലിയിൽ നിനക്ക് ശത്രുക്കൾ ഉണ്ടാവും, പക്ഷേ ആരുടെയും ശത്രുത നീ വിലയ്ക്ക് വാങ്ങരുത് എന്നങ്ങനെ അർച്ചന പറയുമ്പോൾ അച്ചു ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്തിനാണ് വന്നത്? വന്ന കാര്യം ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്നങ്ങനെ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, മുകുന്ദന്റെ കാര്യത്തിനാണ് ഞാനിപ്പോ വന്നത്. മുകുന്ദന്റെ കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷനുണ്ട്. നീ അവനെ അറസ്റ്റ് ചെയ്യരുത് മോനെ. ഏട്ടൻ ഇന്ന് ജാമ്യമില്ലാതെ നിൽക്കുന്ന ഒരു പ്രതിയാണ്. ഒരു 4 ദിവസത്തെ അവധി നീ എനിക്ക് തരണം. 4 ദിവസം കഴിഞ്ഞ് ഞാൻ മുകുന്ദന് ജാമ്യം എടുത്തോളാം. 4 ദിവസത്തേക്ക് നീ നിന്റെ ഏട്ടനെ വെറുതെ വിടണം. ഇത് ചേച്ചിയുടെ അപേക്ഷയാണ് എന്ന് അർച്ചന പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ആ കേസിലെ പ്രതിയെ ഉടനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ACP പറഞ്ഞത്. എതിർഭാഗത്തു നിന്ന് സമ്മർദ്ദമുണ്ടായാൽ പോലീസിനെ കയ്യും കെട്ടി നിൽക്കാനാവില്ല. ചേച്ചി, എനിക്കെന്റെ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റൂ. ഇന്ന് തന്നെ ആ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. എന്റെ ഡ്യൂട്ടി ചെയ്യണം. അത് തടയാൻ ചേച്ചി ശ്രമിക്കണ്ട. ചേച്ചി തോറ്റു പോവും. എനിക്ക് കുറച്ച് തിരക്കുണ്ട് ചേച്ചി എന്ന് പറഞ്ഞ് അച്ചു അങ്ങനെ പോലീസ് സ്റ്റേഷനകത്തേക്ക് പോവുകയാണ്. അച്ഛനെയാണെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ നിസ്സഹായ അവസ്ഥയിൽ അങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അച്ചു, നീ ആളാകെ മാറിപ്പോയല്ലോടാ. നീ ഇങ്ങനൊരാളാവണമെന്നല്ല ഞാൻ ആഗ്രഹിച്ചതെന്നൊക്കെ അർച്ചന അങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. പിന്നീട് വിജയ് ശങ്കർ ആണെങ്കിൽ ഓഫീസിലിരുന്ന് വർക്ക് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ചിന്നു വിജയ് ശങ്കറിന്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. ചിന്നുവിന്റെ കോള് കാണുന്നതും മനസ്സിലങ്ങനെ വിജയ് ശങ്കർ ചിന്തിക്കുന്നുണ്ട്, ഇവളെന്തിനാണ് ഇപ്പൊ എന്നെ വിളിക്കുന്നത്? കുന്ദന്റെ അറസ്റ്റിന്റെ കാര്യത്തിൽ എന്നോട് സഹായം ചോദിച്ച് വിളിക്കുകയായിരിക്കും. നടന്നത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യാണ്. എന്താണ് മോളെ കാര്യമെന്ന് വിജയ് ശങ്കർ അങ്ങനെ ചോദിക്കുകയാണ്. ചിന്നു അപ്പൊ പറയുന്നുണ്ട്. ചിന്നു അപ്പൊ ചോദിക്കുന്നുണ്ട്, അച്ഛാ, എനിക്കൊരു സഹായം ചെയ്തു തരുമോ എന്ന് വിജയ് ശങ്കർ അപ്പൊ പറയുന്നുണ്ട്. നിനക്ക് എന്നോട് എന്ത് സഹായവും ഏത് സമയത്തും ചോദിക്കാമല്ലോ, എന്താണെന്ന് പറയൂ എന്ന് പറയാണ്. ചിന്നു അപ്പൊ പറയുന്നുണ്ട്, അച്ഛാ, ഇവിടെ മുകുന്ദ മാമന്റെ അറസ്റ്റ് നടക്കുന്ന സ്ഥിതിയാണ്.
ചോദിക്കുകയാണ്. ആ മുക്കുവണ്ട കേസിൽ മുകുന്ദൻ മാമൻ നിരപരാധിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പം ഏതായാലും ജാമ്യം തീർന്നിരിക്കുകയല്ലേ. റിന്യൂ ചെയ്യാൻ കൊടുത്തപ്പോൾ അത് കോടതി സ്വീകരിച്ചില്ല. മുകുന്ദൻ മാമന്റെ അറസ്റ്റ് തടയാൻ അച്ഛന് ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാനായി കഴിയുമോ എന്നങ്ങനെ ചിന്നു ചോദിക്കുമ്പോൾ വിജയശങ്കർ ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്. മുകുന്ദനെ അറസ്റ്റ് ചെയ്യാൻ കരിനീക്കം നടത്തിയത് ഞാൻ തന്നെയാണ്. എന്നിട്ട് ഈ കേസിൽ നിന്ന് അവനെ ഞാൻ തന്നെ ഊരിത്തരണോ ലെഡി എന്ന് മനസ്സിലങ്ങനെ ചിന്തിക്കുകയാണ് ചിന്നു. അപ്പോൾ അച്ഛൻ ഞാൻ പറയുന്നത് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് വിജയശങ്കർ. അപ്പോൾ പറയുന്നുണ്ട്, ആ മോളെ നീ പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിന്റെ അറസ്റ്റ് തടയുന്നതിന് നീ എന്നെ വിളിക്കുന്നതിനേക്കാൾ നല്ലത് നിന്റെ കുഞ്ഞമ്മാവിനെ വിളിക്കുന്നതാണ് എന്നങ്ങനെ വിജയശങ്കർ പറയുമ്പോൾ ചിന്നു ആണെങ്കിൽ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.